ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി പോയിരുന്ന ഗൗരി. അവന് ഭ്രാന്ത് തന്നെയാണെന്ന് ഇപ്പോൾ ഉറപ്പാണ്. ഇത്രയും വിചിത്രമായൊരു സ്വഭാവം അവൾ ആരിലും കണ്ടിട്ടില്ല. ഒരു നിമിഷം അവനോട് തോന്നുന്ന വികാരത്തെ തിരിച്ചറിയാനായില്ല അവൾക്ക്. അതൊരിക്കലും പ്രണയമല്ല. ആദ്യമായി ഒരാൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. അവനോളം തന്നെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ഇതൊക്കെ അവൾക്ക് പുതുമുള്ളവയാണ്. ഇന്നോളം ആരിൽ നിന്നും കിട്ടാത്ത പരിഗണന കുറച്ച് സമയം മാത്രം പരിചയമുള്ള ഒരാൾ തരുന്നു. ആഗ്രഹിച്ച ആരിൽ നിന്ന് ഇതൊന്നും ലഭിച്ചിട്ടില്ല. മോള് പോയി കിടന്നു. അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി പറയുമ്പോൾ അവളുടെ മുഖത്ത് പോലും നോക്കാൻ അച്ഛനെ കഴിഞ്ഞിരുന്നില്ല. അവളുടെ ഉള്ളിൽ നേരത്തെ ഒരു പുഞ്ചിരിയാണ് വിരിഞ്ഞത്. ഇതിലും അപ്പുറം അനുഭവിച്ചിട്ടുണ്ട്. ഒരു വാക്ക് പോലും ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. കുറഞ്ഞ സമയം കൊണ്ട് അവൾക്ക് ആ വീടൊരു ആശ്വാസം തന്നെ ആയിരുന്നു. കൂടെയുള്ളവൻ്റെ ഭ്രാന്തൊഴിച്ചാൽ ആരെയും ഒന്നിനെയും പേടിക്കേണ്ടെന്ന് അവൾക്കറിയാം. വേണ്ടമായി, അവിടെ കിടക്കട്ടെ, ബോധം വരുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളും. ഒരു തീർപ്പ് പോലെ അച്ഛൻ പറഞ്ഞതും മഹിയും ദയനീയമായി അവനെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി. ഒരു നിമിഷം അവന് ശക്തിയോട് ദേഷ്യം തോന്നിപ്പോയിരുന്നു. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ഇത് ഒഴിവാക്കാമായിരുന്നെന്ന് അവന് തോന്നി. ഒപ്പം ബോധത്തിലല്ലെങ്കിലും അവൻ്റെ ഉള്ളം വിളിച്ചു പറഞ്ഞൊക്കെ ഗൗരി കേട്ടതിൻ്റെ ആശ്വാസം വേറെയും. മുത്തശ്ശനും അച്ഛനും കൂടി പോയതും ഗൗരി അവനെ നോക്കി. അലസമായി സോഫയിൽ കിടക്കുകയാണ്. ദേഹം ഒന്നാകെ വിയർപ്പിൽ കുതിർന്നു പോയിട്ടുണ്ട്. മുറിവുണ്ടായ കയ്യിൽ നിന്നും ചോര പൊടിയെന്ന് കണ്ടതും അവൾ ആകെ വല്ലാതെയായി. ഗ്ലാസ് കുത്തിക്കയറി സെപ്റ്റിക് ആവാനുള്ള സാധ്യത ഏറെയാണ്. ഒരു നിമിഷം എന്തോ ഓർത്ത് നിന്ന് തിരികെ റൂമിലേക്ക് പോയി ഗൗരി. അല്പസമയം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവളുടെ കയ്യിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരുന്നു. ശക്തിയുടെ റൂമിൻ്റെ ടേബിളിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അധികം തിരച്ചിലിനൊന്നും ആവശ്യം ഉണ്ടായില്ല. ബോധം പൂർണ്ണമായും നശിച്ചു കിടക്കുന്നവൻ ആ അവസ്ഥയിൽ എന്തുകൊണ്ടോ മുഖം തിരിച്ചു പോവാൻ തോന്നിയില്ല അവൾക്ക്. ഉറങ്ങുമ്പോൾ പോലും ആ മുഖത്ത് ഒരുതരം ഗൗരവമാണ്. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഗൗരി പതിയെ അവൻ കിടക്കുന്ന സോഫയുടെ നിലത്തായിരുന്നു. അവൾക്ക് നല്ല വേദനയുണ്ട്. ഉള്ളിലുള്ള ജീവനെ എല്ലാവരും കൂടി ചേർന്ന് ഇല്ലാതാക്കിയിട്ടത് 3 ദിവസം ആവുന്നേയുള്ളൂ. ആ ഓർമ്മയിൽ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു. കൈകൾ ഉദരത്തിലായി മുറുകി. ഒരു നിമിഷം രുദ്രനെ ഓർമ്മ വന്നു പോയി ഗൗരിക്ക്. നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഗൗരി, നമുക്കിടയിൽ ആരും വരുന്ന എനിക്ക് ഇഷ്ടമല്ല. കാതിൽ വീണ്ടും ആ വാക്കുകൾ മുഴങ്ങുന്നതറിയെ മിഴികൾ ഇറുകെ അടച്ച് കളഞ്ഞു ഗൗരി. ആ വാക്കുകൾ കേട്ടപ്പോൾ എന്തായിരുന്നു തനിക്ക് തോന്നിയത് അറിയില്ല. ഒരുപക്ഷെ രുദ്രേട്ടനിൽ നിന്നും പ്രതീക്ഷിച്ച് അതുതന്നെ ആയിരിക്കും. അറിഞ്ഞു കാണും ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ച്. അവിടെയും ഈ ഉള്ളവരുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. മുഖം അമർത്തി തുടച്ച ആ ചിന്തകളെല്ലാം മായ്ച്ചു കളയാൻ ശ്രമിച്ചു ഗൗരി. രുദ്രൻ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ അപ്പോഴും അവൾക്ക് മനസ്സിലായിരുന്നില്ല. നമുക്കിടയിൽ ആരും വേണ്ട ഗൗരി, സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടെന്ന് പറയാൻ അവന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് അവൾക്ക് മുമ്പിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഒരുവൻ കൂടിയുണ്ട്. ഒരുപക്ഷെ ദൈവം അവൾക്ക് നൽകിയ തണലാവും അവൻ, അല്ലെങ്കിൽ ആ തണൽ തന്നെ വീണ്ടും ഒരു തടവറയുമാവും. കോട്ടൺ വെച്ച് കയ്യിലെ മുറിവ് ക്ലീൻ ചെയ്യുമ്പോൾ അവൻ്റെ മുഖം അസ്വസ്ഥതയോടെ ചുളിയുന്നത് അവൾ കണ്ടു. വേദനയ്ക്ക് ഉണ്ടാവും. ഒരു നിമിഷം വെറുതെയെങ്കിലും ചിന്തിക്കാതിരുന്നില്ല അവൾ. എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു? ആളെന്തെങ്കിലും ഓർമ്മ കാണുമോ എന്തോ? വെളിയിട്ട് വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാ ഇന്ന് കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഇയാളെ മനസ്സിലാവുന്നില്ലല്ലോ കണ്ണാ. മുറിവ് കെട്ടിവെക്കുന്ന നേരം അത്രയും അതൊക്കെ തന്നെയായിരുന്നു ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചിന്തകൾ. ചിന്തിച്ച് ആ സോഫയിൽ തന്നെ തലവെച്ച് മയങ്ങിപ്പോവുകയും ചെയ്തു പെണ്ണ്. അല്ലെങ്കിലും ആ വലിയ മുറിയിൽ തനിച്ചെടുക്കാനുള്ള ധൈര്യമൊന്നും ഗൗരിക്കില്ല. തറവാട്ടിലായിരുന്നപ്പോൾ രാഖിയും അവൾ ഒന്നിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോൾ രുദ്രനുണ്ടായിരുന്നു. എല്ലാം അവസാനിച്ച് തകർന്നു പോയപ്പോൾ ചിന്നമ്മ അമ്മയെപ്പോൾ തന്നെ കൂടെ നിന്നു. ഓരോന്നോർത്തുകൊണ്ട് തന്നെ ഗാഠമായൊരു മയക്കത്തിലേക്ക് കൂപ്പുകുത്തിയവൾ. നിർത്താതെയുള്ള ഫോൺ ബെല്ലടിയുന്ന ശബ്ദം കേട്ടാണ് മഹി തൻ്റെ കണ്ണുകൾ തുറക്കുന്നത്. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസിയൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കും. ആ ഒരു ഓർമ്മയിൽ വേഗം തന്നെ ധൃതിയിൽ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു. വേഗം എത്താമെന്ന് പറഞ്ഞ് റെഡിയായി കാറിൻ്റെ കീയും എടുത്ത് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ. ഒരു നിമിഷം നേരെ നോക്കിയതും മഹിയുടെ കണ്ണുകളൊന്ന് വിടർന്നുപോയി. സോഫയിൽ കിടക്കുന്ന ശക്തിക്കരികിലായി തലവെച്ച് മയങ്ങുന്നവൾ. ശക്തിയുടെ കയ്യിലെ മുറിവ് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന കൂടി കണ്ടതും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റേറിയിരുന്നു. ഗൗരിയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഒരു നിമിഷം ശക്തിക്ക് ചേരുന്നവൾ തന്നെയാവുമെന്ന് തോന്നിപ്പോയി അവന്. ശക്തിയെ മാറ്റുന്നതിൽ എളുപ്പം അവന് വേണ്ടി ഗൗരി മാറുന്നതാവും. ഈ ഭ്രാന്തിൻ്റെ പ്രണയം തീവ്രമായിരിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവളുടെ വേദനകൾക്കെല്ലാം പകരമായി ഈശ്വരൻ നൽകിയതാവും ശക്തിയെ. ഒരിക്കൽ കൂടി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് കാറ് പാർക്ക് ചെയ്തു. മഹി നേരെ ഐസിയുവിന് മുമ്പിലേക്ക് നടന്നു. എമർജൻസി എന്ന് പറഞ്ഞ് വിളിപ്പിച്ചതാണ്. AVM ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഹെഡാണ് മഹി. ക്യാബിനുള്ളിലൊന്ന് കയറി കോട്ടും സ്റ്റെത്തും കൂടി എടുത്ത് ധരിച്ചുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. ICUവിനടുത്തേക്ക് നടക്കുമ്പോഴേ കണ്ടു അതിനു മുന്നിലായി നിൽക്കുന്ന മാടമ്പി തറവാട്ടിലെ അംഗങ്ങളെ. മഹിയുടെ കണ്ണുകളൊന്ന് കുറുകി. ഉള്ളിൽ ആരായിരിക്കുമെന്നൊരു സംശയം അവനിൽ ഉയർന്നു. അബിയും അജുവും മാലിന്യവും ഭർത്താവ് ശേഖരനുമാണ്. ഒറ്റ നോട്ടത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ ചുവന്ന് കലങ്ങിയത് അവന് മനസ്സിലായി.
മാലിനി അപ്പോഴും കരയുന്നുണ്ട്. അബി ആരെയോ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നവൻ കണ്ടു. മഹിക്ക് അവരെല്ലാം അറിയാമെങ്കിൽ പോലും അവർക്കാർക്കും മഹി അറിയില്ല. മഹി പഠിച്ചും വളർന്നെല്ലാം ബാംഗ്ലൂരായിരുന്നു, കൂടെ ശക്തിയും. അച്ഛനും അമ്മയും ഒന്നിച്ചൊരു ആക്സിഡന്റിൽ അങ്ങ് പോയപ്പോൾ ഇനിയും ആ നഗരത്തിൽ തുടരാൻ താല്പര്യമില്ലാതെയാണ് അവൻ തറവാട്ടിലേക്ക് വന്നത്. ICUവിന് മുമ്പിലെത്തിയതും ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന ജൂനിയർ ഡോക്ടർ മഹിയെ കണ്ടതും വേഗം അവനരികിലേക്ക് നടന്നു. എന്താ രാഹുൽ, എന്തു പറ്റി? എന്താ എമർജൻസി? ചുറ്റും നിൽക്കുന്നവരെ നോക്കിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം. അത് ഡോക്ടർ, അതൊരു പെൺകുട്ടിയാണ്. ഫിലിം ഡയറക്ടർ വിഘ്നേഷിൻ്റെ ഭാര്യയാണ്. ഒരു നിമിഷം മഹിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഒരു രുദ്രാംശിൻ്റെ സഹോദരിയും ഗൗരിയുടെ കൂട്ടുകാരിയുമാണ് ഉള്ളിലുള്ളതെന്ന് അവന് മനസ്സിലായി. എന്താ കേസ്? അത് ഗ്യാങ് റേപ്പാണ് ഡോക്ടർ. ഒരു നിമിഷം അവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നുപോയി, ഉള്ളിലൊരു പിടച്ചിൽ പോലെ. അതെ ഡോക്ടർ, കുറച്ച് സീരിയസ് ആണ്. ആ കുട്ടി 8 വീക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു. സർജറി വേണമെന്ന് തോന്നുന്നു. അതാ ഡോക്ടറെ വിളിച്ച്. രാഹുൽ പറഞ്ഞുകൊണ്ട് ICUവിൻ്റെ ഡോറിന്ന് അകത്തേക്ക് കയറിയതും മായി ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയിരുന്നു. വല്ലാത്തൊരു വേദന പോലെ. ഒരു തെറ്റും ചെയ്യാത്ത 2 പെൺകുട്ടികൾക്ക് വന്ന വിധി. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തുല്യ ദുഃഖിതരാണ് അവരെന്ന് തോന്നിപ്പോയി മഹിക്ക്. ചുറ്റും നിൽക്കുന്ന ആളുകളെ കാണെ എന്തിനെന്നറിയാത്തൊരു അമർഷം ഉള്ളിൽ തോന്നി. കൂടുതൽ കാട് കയറി ചിന്തിക്കാതെ അവൻ ആ ഡോർ തുറന്ന് അതിനുള്ളിലേക്ക് കയറി. ജനലിലൂടെ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചതും അസ്വസ്ഥതയോടെ മുഖമൊന്ന് ചുളിച്ചു ശക്തി. അലസമായി ഒന്ന് തിരിഞ്ഞെടുക്കാൻ നോക്കിയതും കൈക്ക് മുകളിൽ എന്തോ ഭാരമുള്ളതുപോലെ, പഞ്ഞി പോലുള്ള എന്തോ കയ്യിൽ അമർന്ന പോലെ. ആയാസപ്പെട്ട് കണ്ണു തുറന്ന് നോക്കിയവൻ ബോധം വീഴാൻ എന്നിട്ടും കുറച്ച് സമയമെടുത്തു. ആരോടൊക്കെയുള്ള ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി കുടിച്ചത് ഓർമ്മയുണ്ട്. ഉള്ളിൽ അവളോടുള്ള പരിഭവം ഏറെയായിരുന്നു. അവളിപ്പോൾ തൻ്റെ അല്ലേ, തന്നെക്കുറിച്ച് മാത്രം ഓർത്താൽ പോരെ തുടങ്ങി ബാലിശമായ കുറേയേറെ ചിന്തകളായിരുന്നു ഉള്ളിൽ. പക്ഷെ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ശക്തിക്കാവില്ല, സമ്മതിച്ച് കൊടുക്കുകയുമില്ല. ഓരോന്ന് ഓർക്കുന്തോറും ബോധമറിയോളം കുടിച്ചു. തിരികെ എങ്ങനെ എത്തിയെന്നോ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നോ ഒന്നും അവന് ഓർമ്മയില്ല. പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ മുഖം കുനിച്ച് കയ്യിലേക്ക് നോക്കിയതും അത്ഭുതത്തോടെ ആ മിഴികളൊന്ന് വിടർന്നുപോയി. വിശ്വസിക്കാൻ തോന്നാത്തൊരു കാഴ്ച. ശക്തിയുടെ ദേഷ്യത്തിനും അസ്വസ്ഥതയ്ക്കും മുകളിൽ മഞ്ഞ് കോരിയിടുന്ന പോലൊരു കാഴ്ച. കൈത്തണ്ടയിൽ കവിൾ വെച്ച് കിടന്ന് മയങ്ങിയിരുന്നവൾ നിലത്താണ് പെണ്ണിരിക്കുന്നത്. ചുണ്ടുകൾ അല്പം വിടർത്തി വെച്ച് ശാന്തമായൊരു ഉറക്കത്തിലാണവൾ. ശക്തിയുടെ നോട്ടം വീണ്ടും കയ്യിലെ കെട്ടിവെച്ച മുറിവിലേക്ക് നീണ്ടു. മുന്നിലെ ടേബിളിരിക്കുന്ന ബോക്സ് കൂടി കാണെ ആ മുറിവ് ഡ്രസ്സ് ചെയ്തും അവളാണെന്നവന് മനസ്സിലായി. ഒരു സാധാരണ ആൾ കെട്ടുന്ന പോലെയാണ് ആ കെട്ട്. മഹിയായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ടച്ച് വന്നേനെ. വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി ആ പെണ്ണിനോട് അവന്. അവളിൽ നിന്ന് ലഭിച്ച ചെറിയൊരു പരിഗണന പോലും ശക്തിയുടെ ഹൃദയം നിറച്ചു. മറ്റുള്ള ചിന്തകളെല്ലാം മറന്നതുപോലെ. നിനക്ക് അവളോട് എന്താണ് ശക്തി? ഭ്രാന്ത്? ചോദ്യ ഉത്തരവും ഹൃദയം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. അവളെ ഉണർത്താതെ പതിയെ കൈ വലിച്ചെടുത്തവൻ. അതിനൊപ്പം കരുതലോടെ ആ മുഖം സോഫയിലേക്ക് വെക്കുകയും ചെയ്തു. ഒന്നും അറിഞ്ഞിട്ടില്ല പെണ്ണ്. ക്ഷീണം കാണുമെന്ന് തോന്നിയവന്. അതോടൊപ്പം ഇന്നലെ എന്തെങ്കിലും കഴിച്ചു കാണുമോ എന്നൊരു വെപ്രാളവും തോന്നി. ദേഷ്യത്തോടെ നെറ്റിയിൽ കൈവച്ചു പോയി ശക്തി. ഒരിക്കൽ കൂടി അവളെ നോക്കിയതും വല്ലാത്തൊരു കുറ്റബോധം പോലെ. അതൊരു ജീവനല്ലേ, അവൾക്ക് നൊന്ത് കാണില്ലേ? ആ ഓർമ്മകളിൽ പോലും ശക്തിയുടെ ഉള്ളു വിറച്ചു. പക്ഷേ യാതൊന്നും പ്രകടിപ്പിക്കില്ല അവൻ. ഉള്ളിലുള്ള പ്രണയത്തെ, മനുഷ്യത്വത്തെയൊക്കെയും അഹങ്കാരം കൊണ്ടും ദേഷ്യം കൊണ്ടും മൂടി വെച്ചു. അടുക്കളയിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നവനെ കണ്ടുകൊണ്ടാണ് ഭവാനി അമ്മ ജോലിക്ക് വരുന്നത്. ഒരു നിമിഷം അമ്മയുടെ കണ്ണൊന്നും ഇഴിഞ്ഞു പോയി. അപൂർവങ്ങളിൽ അപൂർവമായൊരു കാഴ്ചയായിരുന്നു ഭവാനി അമ്മയ്ക്കത്. അവിടെയുള്ള പോലീസുകാരനെ ഭവാനി അമ്മ ശരിക്കൊന്നും കണ്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ആ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും പേടിയാണ്. എന്നും എന്തെങ്കിലും എറിഞ്ഞുടച്ച് വഴക്കുണ്ടാക്കുന്ന കേൾക്കാം. അതുകൊണ്ടൊക്കെ തന്നെ അവനമ്മയ്ക്ക് പേടിയാണ്. പാത്രത്തിൽ നിന്നും പാലൊഴിച്ച് ഏലക്കായിട്ട ചായ കപ്പിലേക്ക് ഒഴിച്ച് പാനിൽ നിന്നും നെയ്യിൽ വാട്ടിയ നേന്ത്രപ്പഴം കൂടി പാത്രത്തിലേക്കാക്കി തിരിഞ്ഞതും അടുക്കള വാതിലിൽ കണ്ണുമിഴിച്ച് നിൽക്കുന്ന ഭവാനി അമ്മയാണ് ശക്തി കാണുന്നത്. യാതൊരു ഭാവമാറ്റവുമില്ലാതെ സ്ഥിരം ഗൗരവത്തോടു കൂടി അവരെ നോക്കി അതുമായി പുറത്തേക്ക് നടന്നു ശക്തി. അവൻ പോയിട്ടും കുറച്ച് സമയം എടുത്തു ഭവാനി അമ്മയുടെ ഞെട്ടൽ മാറാൻ. ശക്തി ഹാളിലേക്ക് നോക്കിയതും പെണ്ണിനെ അവിടെയൊന്നും കണ്ടില്ല. അവൾ എഴുന്നേറ്റ് മുകളിലേക്ക് പോയി കാണുന്നവന് മനസ്സിലായി. ഇന്നലെ പൊട്ടിച്ച ടേബിൾ സില്ല് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ കാര്യമായിട്ട് എന്തോ ഇന്ന് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് ഉറപ്പായി. അതിലേക്ക് ഒരിക്കൽ കൂടി നോക്കി അവൻ മുകളിലേക്ക് കയറി. കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും തലയൊന്ന് കറങ്ങിപ്പോയി ഗൗരിക്ക്. നിലത്തേക്ക് വീഴാൻ ഒരുങ്ങിയവളെ അടുത്ത നിമിഷം തന്നെ ശക്തിയുടെ കൈകൾ താങ്ങിയിരുന്നു. ഒരു നിമിഷം അവൻ്റെ നെഞ്ചിരിപ്പൊന്ന് ഉയർന്നുപോയി. അല്ലെങ്കിൽ തന്നെ വയ്യ. അതിൻ്റെ കൂടെ എങ്ങാനും വീണുപോയിരുന്നെങ്കിലും. ഞാനിങ്ങോട്ടൊന്ന് വന്നിട്ട് പോരായിരുന്നോടി നിന്റെ കുളിയും തേവാരവും. ചെക്കൻ്റെ അലർച്ചകൾക്ക് ഗൗരി ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ തന്നെ ഇത്ര നേരത്തെ കുളിച്ച് നീ ഇത് എങ്ങോട്ടാ? ഏത് നിന്റെ ആ മാടമ്പി തറവാടല്ല. കോഴി കൂന്നതിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് കുറിയും തൊട്ടിരിക്കാൻ. മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. കുളിക്കുന്നതിന് ചീത്ത കേൾക്കുന്ന ആദ്യത്തെ മനുഷ്യനൊരു പക്ഷെ താനായിരിക്കുന്ന ഗൗരിക്ക് തോന്നിപ്പോയി. തല കറങ്ങിയത് മാറിയിട്ടില്ല.
എങ്കിലും അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന ആ മുഖത്തെ ദേഷ്യത്തിലേക്ക് മിഴിച്ച് നോക്കിപ്പോയി ഗൗരി. ഒരു തൂവലെടുത്ത് പിടിക്കുന്ന ലാഘവത്തോടെയാണ് അവൻ തന്നെ പിടിച്ചിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ഭാരം മുഴുവൻ അവൻ്റെ കയ്യിലായിട്ട് കൂടിയും ആ മുഖത്ത് അതിൻ്റെ യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ വിലയിട്ട് കൂട്ടിക്കൊണ്ടുവന്നാ അപ്പം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് നിന്നെ കിട്ടണം, മനസ്സിലായോ നിനക്ക്? മുരളുന്ന പോലെ പറയുന്നവൻ. ഇത്തവണ ആ വാക്കുകൾ ഗൗരിക്ക് വേദനയൊന്നും തോന്നിയില്ല. എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഇന്നലെ കേട്ടതായിരുന്നല്ലോ. മുന്നിൽ നിൽക്കുന്ന പ്രതി അതിന് സമ്മതിച്ചു തരാനൊന്നും പോകുന്നില്ല. കക്ഷിക്ക് അത് ഓർമ്മ പോലില്ലെന്ന് അവൾക്കറിയാം. എന്നും പറഞ്ഞോട്ടെ എന്നൊരു ഭാവമാണ് ഇപ്പോൾ ഗൗരിക്ക്. എന്നും കേട്ടു നിൽക്കാൻ അവൾ മനസ്സിനെ പാകപ്പെടുത്തിയിരുന്നതാണ്. കയ്യിൽ കിടന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നവളെ അടുത്ത നിമിഷം അവൻ വാരിയെടുത്ത് നെഞ്ചോടി ചേർത്തു. പിടഞ്ഞിറങ്ങാനൊരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അവൻ്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ പെണ്ണ് നല്ല കുട്ടിയായി. ബെഡിലേക്കായി അവളെ കൊണ്ടിരുത്തി നേരത്തെ കൊണ്ടുവച്ച ചായയും പഴയും എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇനിയും ഞെട്ടാൻ വയ്യാത്ത പോലെ ഗൗരി അവനെ നോക്കിയിരുന്നു. ആ കണ്ണിൽ അവളൊരു കരുതൽ ആ നിമിഷം കണ്ട്. താൻ വീഴാൻ പോയപ്പോൾ ഉണ്ടായ വേവലാതി പോലൊരു കരുതൽ. മര്യാദക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോണം, എന്നെ മൊത്തമായി താങ്ങണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണല്ലോ. കപ്പ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പതിയെ പറയുന്നവൻ. കണ്ണുകൾ പിടച്ചുകൊണ്ട് അവനിൽ നിന്ന് നോട്ടം വെട്ടിച്ച് കളഞ്ഞ് ഗൗരി. വല്ലാത്തൊരു പുഞ്ചിരിയായിരുന്നു ആ നിമിഷം ശക്തി. കുടിക്ക്, ഇത് മുഴുവൻ കഴിക്കണം. തെല്ലൊരു അത്ഭുതത്തോടെ അവനെ നോക്കിപ്പോയവൾ. ഒപ്പം അനുസരണയില്ലാതെ ആ കണ്ണുകൾ നിറഞ്ഞു. എന്തിൻ്റെ പേരിലാണെങ്കിലും അവൻ കാണിക്കുന്ന ഈ കരുതൽ, അത് അവൾക്ക് നൽകുന്ന സന്തോഷം അത്രയും വലുതാണ്. പ്രണയമോ മോഹമോ കാമമോ എന്തോ ആയിക്കോട്ടെ, ഗൗരി ആ നിമിഷം അവനെ അവൻ്റെ പ്രവൃത്തിയെ മാത്രമേ കാണുന്നുള്ളൂ. ആരുടെയൊക്കെയോ കാൽ കീഴിൽ കിടന്ന് നരകിച്ചവൾക്ക് അതുമാത്രം മതിയായിരുന്നു സന്തോഷം കണ്ടെത്താൻ. അതിലുമപ്പുറം വയസ്സറിയിച്ചതിന് ശേഷം സമാധാനം എന്തെന്നറിഞ്ഞ് മയങ്ങിയത് ഇന്നലെയായിരിക്കും. നല്ലൊരു ഉറക്കം കിട്ടിയതിനെ തിളക്കവും അവളുടെ മുഖത്തുണ്ട്. മുഴുവൻ കഴിച്ചിട്ട് ഇവിടെ ഇരുന്നോളണം, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അത്രയും പറഞ്ഞ് അവളുടെ മുടിയിൽ ചുറ്റിയ ടവൽ അഴിച്ചെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോകുന്നവനെ അവളും വെറുതെ നോക്കിയിരുന്നു പോയി. ഈ നിമിഷം വരെ അവൻ്റെ ഒരു വാക്കിൽ പോലും തനിക്ക് സങ്കടം തോന്നിയതേയില്ലെന്ന് അവൾ ഓർത്തു. കൊണ്ടുവച്ച ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ നിന്നു. ചുണ്ടിലൊരു പുഞ്ചിരിയും. ശരീരമൊന്നാകെ മുറിവുകളുമായി ഒരു ഓക്സിജൻ മാസ്കിന്റെ സഹായത്തിൽ ശ്വസിക്കുന്നവളെ കാണെ മഹിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആദ്യമായിട്ടല്ല ഇതുപോലൊരു കേസ് അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ ഈ കുട്ടിയുടെ അവസ്ഥ തന്നെ എന്തിനോ വേദനിപ്പിക്കുന്നു. 3 ദിവസത്തോളമാണ് അവൾ തുടർച്ചയായി പീഡിപ്പിക്കപ്പെട്ടത്. ശരീരമൊന്നാകെ പല്ലിൻ്റെയും നഖത്തിൻ്റെയും പാടുകളാണ്. കയ്യിലും കാലിലും എന്തോ കയറുകൊണ്ട് കെട്ടിവെച്ച പോലെയുള്ള പാടുകളുണ്ട്. ഗൗരിയെ പോലെ ചെറിയൊരു കുട്ടി തന്നെയാണ് രാഖിയും എന്നവന് തോന്നി. മരുന്നിൻ്റെ മയക്കത്തിൽ തന്നെയാണ് അവൾ ഇപ്പോഴും. സർജറി എല്ലാം കഴിഞ്ഞു റൂമിൽ ചെന്നൊന്ന് ഫ്രഷായി വീണ്ടും അവൾക്കരികിലേക്ക് വന്നതാണ് മഹി. ഡ്യൂട്ടി നേഴ്സ് അവൻ്റെ ഈ പ്രവൃത്തി അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കണ്ടെങ്കിലും അതിനെ അവഗണിച്ച് വിട്ടുകൊണ്ട് അവൾക്ക് അടുത്തിരിപ്പാണ് അവൻ. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. മായ, അവൾ നോക്കണം. ഓക്കെ ഓക്കെ ഡോക്ടർ. ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും അവന് വേഗം മറുപടി നൽകിയവൾ. ഒരിക്കൽ കൂടി രാഖിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മഹി പുറത്തേക്ക് നടന്നു. ഡോക്ടർ എന്തായി പറയുന്നത്? ഇത് കേസൊക്കെ ഞങ്ങൾക്ക് താല്പര്യമില്ല. പുറത്തെറിഞ്ഞവന് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാവും നല്ലത്. തനിക്ക് മുന്നിൽ നിൽക്കുന്നവരെ പഠിക്കുന്ന പോലെ നോക്കി നിൽപ്പാണ് മഹി. രാഖിയുടെ കാര്യം പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ശേഖന്റെ റിയാക്ഷനാണ് ഇപ്പോൾ കണ്ടത്. ബാക്കിയുള്ളവരുടെ പ്രതികരണം ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമാണ്. രാഖിയുടെ അമ്മ മാത്രം മുഖം കുനിച്ച് കണ്ണീർ വാർക്കുന്നുണ്ട്. സാധാരണമാണ് അവൻ അവരോട് ആ നിമിഷം തോന്നിപ്പോയത്. മക്കളെ ചിറകിനടിയിൽ ഒതുക്കി വെച്ച് സംരക്ഷിക്കുന്നവരാണ് അമ്മമാർ. അവളുടെ പ്രായമോ അവസ്ഥയോ ഒന്നും നോക്കാതെ കുറേ ചെന്നായ്ക്കൾ ചേർന്ന് കടിച്ചു കുടഞ്ഞതാണ്. അവളോട് കാണിക്കുന്ന നീതികേടാണിത്. സ്വന്തം കുഞ്ഞുങ്ങളോട് മൃഗങ്ങൾക്ക് പോലും ഇതിലും സ്നേഹം കാണുമെന്ന് തോന്നിപ്പോയി അവന്. ഡോക്ടർ, ഞാനൊരു അഡ്വക്കേറ്റാണ്. ഈ കേസ് പുറത്തറിയുന്നത് പ്ലീസ്. അബി കൂടി പറഞ്ഞതും മഹിയുടെ ചുണ്ടുകൾ പുച്ഛത്തോടൊന്ന് കൂടി. ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മഹിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ലെന്നാണ് സത്യം. അല്ലെങ്കിലും ഒരു ഇരയായി ഇവളെ ഈ ലോകത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കില്ലെന്ന് എപ്പോഴേ തീരുമാനിച്ചാണ് മഹി. പക്ഷെ അവളോട് ഇത് ചെയ്തവർ, അതിന് ഏത് കൊമ്പത്തുള്ളവരാണെങ്കിലും അവൾ ഉണരുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടണമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നവൻ. അതിനു പറ്റിയ ഒരാളുണ്ട്. ഈ കേസ് ഏൽപ്പിക്കാൻ മോസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ ACP ശക്തിവേദ് IPS. ഓർക്കുമ്പോൾ തന്നെ മഹിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കള്ള റാസ്കലാണ്. മുന്നിലെത്തുന്ന കേസുകൾക്കൊക്കെ അവൻ്റെ നിയമവും നീതിയുമാണ്. ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ ഊറ്റിയെടുക്കാനും ആളും മിടുക്കനാണ്. ശക്തി കുളിച്ചിറങ്ങുമ്പോൾ ഗൗരി ബാൽക്കണിയിലായി നിൽപ്പുണ്ടായിരുന്നു. ദൂരേക്ക് മിഴികൾ പായിച്ച് വലിയെന്തോ ആലോചനയിലാവും അവളെന്ന് തോന്നിയവന്. ഒരിക്കൽ കൂടി അവളെ നോക്കിക്കൊണ്ട് അവൻ ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുത്ത് മാറ്റി. യൂണിഫോം ഒന്നുമല്ല, കാഷ്വൽ വെയർ ആണ്. ശക്തി റെഡിയായി വരുമ്പോഴേക്കും ഗൗരിയുടെ ആലോചന തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ മുഖമൊന്ന് മുറുകി. അവനെ സംബന്ധിച്ച് അവന് മാത്രം സ്വന്തമായ ഒന്നാണ്.
അവളുടെ ചിന്തകൾ പോലും താനാവണമെന്ന് ആഗ്രഹിക്കുന്ന, ഗൗരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്തൻ. അരികിലേക്ക് ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് വലിച്ചടുപ്പിച്ച് കളഞ്ഞവൻ. ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും അവനിൽ നിന്നും കുതിരി മാറാൻ വിഫലമായി ശ്രമിച്ചു ഗൗരി. ദൃഢമായ കൈകൾ ധാവണിക്കിടയിലൂടെ പാഞ്ഞു കയറി അവിടെ വയറിനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുവാണ്. അടങ്ങി നിൽക്കടി, വല്ലാതങ്ങ് പിടഞ്ഞാലേ ഇപ്പൊ തൊട്ടറിയുന്നയിടെ രുചിച്ചറിയാൻ തോന്നിപ്പോവും എനിക്ക്. പറയുമ്പോൾ നാഭിച്ചുഴിയിലാണ് ആ വിരലുകൾ. ഒരുതരം മരവിപ്പാണ് അവളിൽ. ആ വാക്കുകൾ തീർക്കുന്ന മരവിപ്പ്. ഹൃദയം മുതൽ വിരലുകൾ വരെ ചലിക്കാനാവാത്ത വിധം മരവിച്ചു പോയിരുന്നു. ശക്തി അവളെ തിരിച്ച് അവന് നേരെ നിർത്തി മുഖം കുനിച്ചു. ഇങ്ങനെയൊക്കെ നിന്നാലേ നിന്നെ ഞാൻ കടിച്ച് തിന്നുപോകും ഗൗരി. ഭ്രാന്തന താൻ പറഞ്ഞതുപോലും ഗൗരിക്ക് ഓർമ്മ കാണില്ല. അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ അധരങ്ങളൊന്നാകെ പൊതിഞ്ഞെടുത്തവൻ, പിടഞ്ഞു പോയവൾ. അവന്റെ കൈക്കരുത്തിലൊന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ തന്നിൽ അലയുന്ന അവന്റെ ചുണ്ടുകളുടെ ചലനം. അധരങ്ങൾക്കിടയിലൂടെ